സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. എഫേസ്യർക്ക് എഴുതിയതായ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചു കൊണ്ടു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം കൂടെ നമുക്കിത് വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കൾ ആയിരിക്കാതെ നാം എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ ആകരുതെന്നും എന്നുള്ളത് നമ്മുടെ ബൈബിൾ, ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായി അറിയിച്ചു തരുന്നു. ഈ നാളുകളിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്നില്ല, എങ്ങനെ ആകുവാൻ പാടില്ല അങ്ങനെ ആകുന്നു. പാപം കാരണം മനുഷ്യന്റെ ജീവിതം താറുമാറായിരിക്കുന്നു, തലകീഴായി പോയിരിക്കുന്നു. ഓരോ വ്യക്തികളും തൻ്റെ മാർഗത്തെ തെറ്റിച്ചിരിക്കുന്നു. ഓരോ വ്യക്തികളും ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് നശിച്ചുപോയതായ നമ്മെ, വീണുപോയതായ നമ്മെ തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കഴുകി ശുദ്ധീകരിച്ച് നാം എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നാം ക്രിസ്തുവിനെ പോലെ ആകണം. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്ന് മാതൃകയായി തീർന്നത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ എങ്ങനെ, അതായത് അതിനു മുമ്പുള്ള വാക്യം നാം വായിക്കണം. ബൈബിൾ എപ്പോഴും നാം അവിടെ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് കുറച്ചുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നമുക്കിഷ്ടമുള്ളതുപോലെ നാം വ്യാഖ്യാനിച്ചാൽ അത് ശരിയായതല്ല. ഈ നാളിൽ അനേകം ആളുകൾ, ക്രിസ്ത്യാനികൾ അല്ലാത്തവരും ബൈബിൾ വായിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാകാതെ അവർക്ക് എന്താണ് അനുകൂലമായി തോന്നുന്നത് ആ വചനങ്ങളും എടുത്തുകൊണ്ട് യേശുക്രിസ്തു കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞു, ലോകത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു, അവൻ എങ്ങനെ രക്ഷകനാവും എന്നൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബൈബിൾ പൂർണ്ണമായി വായിക്കണം. യേശുക്രിസ്തു ആരാണെന്ന് അറിയണമെങ്കിൽ വചനങ്ങൾ വ്യക്തമായും ധ്യാനിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം മനസ്സിലാക്കണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരായിട്ട് ദൈവത്തിന്റെ വചനത്തെ അന്വേഷിക്കണം. യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുകയും അതേപോലെ യേശുവിൻ്റെ രക്ഷയെ അനുഭവിക്കുകയും വേണം. നാം ക്രിസ്തുവിനെ പോലെ ആകണമെങ്കിൽ അതുപോലെ, ഏതുപോലെയാണ്? അതിന് മുകളിലുള്ള വചനം ഒരു നിമിഷം ശ്രദ്ധിക്കാം നമുക്ക്. വരൂ. നാം എല്ലാവരും ആത്മീയമായ വിഷയത്തിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത ഉള്ളവരായി സമ്പൂർണമായ, നാം എല്ലാവരും എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ്? നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ലോകക്കാരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ എല്ലാവരും, അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരും, ധൈര്യത്തോടുകൂടി സ്നാനമെടുത്തിട്ട് കർത്താവിൻ്റെ രക്ഷകനെന്ന് വെളിപ്പെടുത്തിയ എല്ലാവരും ഐക്യതയോടുകൂടി കൂടി വരണം. അതിനാണ് ചർച്ച്, അതിനാണ് ആരാധന. ഓരോരുത്തരെയും നമുക്ക് അങ്ങനെ ജീവിക്കുവാൻ കഴിയില്ല. എല്ലാവരും ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തെ പൂർണ്ണമാക്കണം. നമ്മുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾ എല്ലാം തന്നെ ഒന്നിനോടൊന്ന് ചേർന്നാണ് ആയിരിക്കുന്നത്. ഒരു വേള ഈ അവയവങ്ങളെ വേർപെടുത്തി എനിക്ക് നല്ലതായി ചിത്രീകരിക്കുവാനുള്ള ഒരു കഴിവുണ്ട്, അങ്ങനെ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ
എൻ്റെ കൈ മാത്രം ചെന്നിട്ട് ആർട്ട് ചെയ്യാൻ പരിശ്രമിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഈ കൈ ഇവിടെ നിന്ന് ഊരിപ്പോയിട്ട് വരയ്ക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതിന് ജീവനുണ്ടായിരിക്കുമോ? അത് ശരീരത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയൂ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തെ എടുത്താലും ആ അവയവങ്ങൾ എല്ലാം തന്നെ ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റായിട്ടിരിക്കുന്നു. ഒന്നിനോടൊന്ന് ചേർന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും വേണ്ടി ബ്രെയിനിൽ നിന്ന് വേണ്ടതായ ഇലക്ട്രിസിറ്റി പാസ്സാവുന്നു. നിങ്ങൾക്കറിയാമോ നമ്മുടെ ബ്രെയിനിൽ എത്രമാത്രം ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നെന്ന്? അവിടെ നിന്ന് ആവശ്യമായ പവർ, അതായത് ഒരു ബാറ്ററി ഘടിപ്പിച്ച് എക്യുപ്മെന്റ് പ്രവർത്തിച്ചാൽ എങ്ങനെ പ്രവർത്തിക്കും, അതുപോലെ ദൈവം നമ്മിൽ സെൽഫ് പ്രൊട്ടക്ഷൻ, ദൈവം നമുക്ക് സ്വയശക്തി തന്നു. അത് ബ്രെയിനിൽ നിന്ന് എല്ലാ അവയവങ്ങളിലേക്കും നിർദ്ദേശങ്ങൾ കൈമാറിയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സഭയും. ഒരു സഭ ഇടയൻ ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കണം, ദൈവഹിതപ്രകാരം ആയിരിക്കണം. യേശുക്രിസ്തുവിനാൽ രക്ഷ പ്രാപിക്കപ്പെട്ട എല്ലാവരും സഭയായി കൂടി വരുമ്പോൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ സഭ ഒരുമിച്ച് പ്രവർത്തിക്കണം. സഭയെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കണം. സഭ ഒരുമിച്ച് ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം. സഭയെല്ലാം ഒരുമിച്ച് ക്രിസ്തുവിന്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടാൻ ഒരാളോട് മറ്റൊരാൾ ഐക്യത ഉണ്ടായിരിക്കണം. വായിക്കാം, അതു നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ. എവിടെയാണ് നമുക്ക് ഐക്യത വരേണ്ടത്? ഉറങ്ങുക പോലുള്ള കാര്യത്തിനാണെങ്കിൽ നല്ല ഐക്യത നമുക്കുണ്ടാകും. എന്താണ്? അതുപോലെ കഴിക്കുന്നവർ എത്ര സന്തോഷത്തോടെ ഒരുമിച്ചിരുന്നിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നാൽ വിശ്വാസ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഈ ഐക്യത ഉണ്ടാകണം. യഥാർത്ഥത്തിൽ വിശ്വസിച്ച ആളുകളെക്കുറിച്ച്, വിശ്വസിച്ച എല്ലാവരെയും കുറിച്ചും കർത്താവ് എന്താണ് പറഞ്ഞത്? അവർ വിശ്വാസികൾ. എൻ്റെ വിശ്വാസം വേറെ, നിന്റെ വിശ്വാസം വേറെ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മുടെ വിശ്വാസത്തിൽ ഏകത്വമുണ്ടായിരിക്കണം. സഭയിൽ എല്ലാവരും വിശ്വാസ അഭിവൃദ്ധി പ്രാപിക്കണം. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിൽ കൂടി, ധ്യാനിക്കുന്നതിൽ കൂടി, നാം എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കൂടി വിശ്വാസത്തിൽ നമ്മൾക്ക് വളർച്ചയുണ്ടാകും. അത് നാം വിശ്വാസത്തിലും ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാന വിഷയത്തിലും. നോക്കൂ, ലോകത്തിൽ യേശുക്രിസ്തുവിനെ അറിയാത്ത ആളുകളെ അജ്ഞാനികൾ എന്ന് വിളിക്കുന്നു. അജ്ഞാനം എന്നാൽ എന്താണ്? അജ്ഞാനം എന്നാൽ എന്താണ്? ഒരുവൻ മരക്കൊമ്പിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്താണ്? കൊമ്പിൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ മുറിക്കുകയാണ്. മരക്കൊമ്പിൽ ഇരുന്നിട്ട് താൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുകയാണ്. എന്ത് സംഭവിക്കും? ഞാനിവിടെ വലിയ പണി ചെയ്യുകയാണ്, ഞാനിവിടെ ഒരു മരക്കൊമ്പ് മുറിക്കുകയാണ്, ഈ മുറിച്ച കൊമ്പ് ഞാൻ കൊണ്ട് വിൽക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് കൊമ്പ് മുറിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഈ കൊമ്പ് മുറിച്ചെടുക്കും എന്നവൻ വിചാരിക്കുകയാണ്. അവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവൻ എന്തു പറ്റും? എന്താണ് അവിടെ നടക്കുവാൻ പോകുന്നത്? അവൻ താഴെ വീഴാൻ പോവുകയാണ്. ആ കാര്യം അവന് അറിയില്ല. ലോകക്കാരായ മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? സിഗരറ്റൊക്കെ വായിൽ വെച്ചിട്ട് വലിയ ജ്ഞാനിയാണെന്നാണ് ഭാവം. എന്താണ്? ഇവിടെ ആരെങ്കിലും സിഗരറ്റ് വലിക്കുന്നവർ ഉണ്ടോ? ചർച്ചിൽ കാണുകയില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ടോ? നിങ്ങളുടെ ഇടയിൽ സിഗരറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ കാലത്ത് സിഗരറ്റ് ആരാണ് വലിക്കാൻ പോകുന്നത്? അത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഉള്ളതായ പരസ്യങ്ങൾ വരുന്നതാണല്ലോ. പൊതുസ്ഥലങ്ങളിൽ അത് നിരോധിച്ചിരിക്കുകയാണല്ലോ എന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ അതിനുശേഷം ഒരു യൗവനക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. ബ്രദർ, ഞാൻ സിഗരറ്റ് വലിക്ക് അടിമയായിരിക്കുകയാണ്. എനിക്ക് മറ്റ് യാതൊരു ദുശീലങ്ങളുമില്ല. എന്നാൽ സിഗരറ്റ് വലി മാത്രം എനിക്ക് നിർത്തുവാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സിഗരറ്റ് വലിക്കുന്നവർ, പുക വലിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? തങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഹാനികരമായി പാപം ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണ്. അവരുടെ ലങ്സ് എല്ലാം നശിച്ചു പോകും, ശ്വാസകോശങ്ങൾ നശിച്ചു പോകും, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരും. എല്ലാവർക്കും അതറിയാം. പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വലിയ അക്ഷരങ്ങൾ എഴുതി വയ്ക്കും. എങ്ങനെയാണ് എഴുതുന്നത്? പുകവലിക്കുന്നവരുടെ പടത്തോടു കൂടി എഴുതി വയ്ക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്താണ്? ചെയ്യരുത് എന്ന് പറയുമ്പോഴും ചെയ്യുന്ന ആളുകളെ കാണിച്ചാൽ അതിൻ്റെ പ്രയോജനം എന്താണ്? പുകവലിക്കുന്നവർ ബുദ്ധിശൂന്യൻ, ചാരത്വം ചെയ്യുന്നവൻ കേവലം ബുദ്ധിശൂന്യൻ.
യൗവനക്കാരെല്ലാം ഇത് രസമാണെന്നാണ് വിചാരിക്കുന്നത്. അനേകം യൗവനക്കാർ വിവാഹത്തിന് മുൻപ് തെറ്റായ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ മനസ്സുകളെ നശിപ്പിക്കുകയാണ്. ഈ സെൽഫോൺസ് വന്ന ശേഷം അതിലുള്ള അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി, അശ്ലീലമായുള്ള ചിത്രങ്ങൾ കാണുന്നതിന് വേണ്ടി പരിശ്രമിച്ച് അത് മനസ്സിൽ നിറച്ച് മാനസികമായി വ്യഭിചാരികളായി മാറുകയാണ്. കർത്താവ് എന്താണ് പറഞ്ഞത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സ്ത്രീയെ മോഹത്തോടു കൂടി നോക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു. ജാരത്വം ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. പണം 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 പണമെന്ന് പറഞ്ഞ് പണത്തിനു വേണ്ടി രാവും പകലും അധ്വാനിച്ചിട്ട് തന്റെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യൻ ബുദ്ധിശൂന്യൻ. ഒരുവൻ ലോകം മുഴുവൻ തന്നെ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ലോകത്തിലെ മനുഷ്യർക്ക് ജ്ഞാനമില്ലാതായിരിക്കുന്നു. ഒരു വ്യക്തി കർത്താവിന്റെ അടുക്കൽ വന്നാൽ അവന്റെ അജ്ഞാനം ഉപേക്ഷിക്കണം, നിന്റെ അവിവേകം ഉപേക്ഷിക്കണം, നിന്റെ അനുസരണക്കേട് ഉപേക്ഷിക്കണം. നീ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദിനംതോറും വർദ്ധിക്കണം. എനിക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ചേർന്ന ഉടൻ തന്നെ എനിക്ക് മെഡിസിൻ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുവാൻ കഴിയുമോ? PhD എടുക്കണം, അതുപോലെ പിന്നെ വേറെ വേറെ കോഴ്സ് ചെയ്യണം, സെപ്പറേറ്റ് കോഴ്സ് ചെയ്യണം. എന്തെല്ലാം ചെയ്താലും പഠനത്തിന് ലോകത്തിൽ അവസാനമില്ല. ലോകത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകളെല്ലാം തന്നെ പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്, കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ജ്ഞാനം വേണം. യേശുവിൻ്റെ മറ്റൊരു പേരാണ് ജ്ഞാനം. യേശുവിനെ ഉള്ള വ്യക്തികൾ ജ്ഞാനികളായി മാറും. പാപമെന്നത് ബുദ്ധിഹീനതയുടെ തെളിവല്ലേ? ശരിയല്ലേ? പ്രയോജനകരമായ, എല്ലാവർക്കും നന്മയ്ക്കുള്ളതായ, അനുഗ്രഹീതമായ കാര്യത്തിൽ ജ്ഞാനം പ്രാപിക്കേണ്ടതാണ്. ജ്ഞാനം നൽകണമേ ദൈവമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ നാം എപ്പോഴും അപേക്ഷിക്കേണ്ടതാണ്. എനിക്ക് ജ്ഞാനം വന്നിരിക്കുന്നു എന്ന് BA പഠിച്ചവരാകട്ടെ, BSc പഠിച്ചവരാകട്ടെ, BEd പഠിച്ചവരാകട്ടെ ചിന്തിക്കേണ്ട, PhD പഠിച്ചവർ ചിന്തിക്കേണ്ട. ഇന്റർനാഷണൽ കോളേജുകൾ പഠിക്കുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇതല്ല ജ്ഞാനം, ഇത് അറിവാണ്. അറിവെന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് അറിവ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അത് ഉയരത്തിൽ നിന്ന് വരുന്നതാണ്, പ്രയോജനമുള്ളതാണ്, അത് പവിത്രമായതാണ്, അത് അനുസരിക്കുന്നതാണ്, അത് ശ്രേഷ്ഠമായതാണ്. ആർക്കെങ്കിലും ജ്ഞാനം കുറവാണെങ്കിൽ എന്നോട് ചോദിക്കുക. ജ്ഞാനം ധാരാളമായി നൽകാമെന്ന് കർത്താവ് പറഞ്ഞു. ഈ ദിവസം നാം ദൈവത്തിന്റെ മക്കളായിരുന്നിട്ടും നമുക്ക് കടഭാരമുണ്ടെങ്കിൽ അത് ജ്ഞാനമാണോ അജ്ഞാനമാണോ? ജ്ഞാനമാണോ അജ്ഞാനമാണോ? എന്താണ്? കൊച്ചുകുട്ടികൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഒന്ന് തുമ്മുകയാണെങ്കിൽ അതോടെ നിങ്ങൾക്ക് ടെൻഷനാവും. കുഞ്ഞിന് ചുമയാണ്, കുഞ്ഞിന് പനിയാണ്, അയ്യോ കർത്താവേ കുഞ്ഞിന് വയ്യെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ജ്ഞാനമാണോ അജ്ഞാനമാണോ? എന്താണ്? ശരീരശുദ്ധിയെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. ലേവ്യ പുസ്തകം നാം വായിച്ചാൽ എങ്ങനെ നമ്മുടെ ശരീര വിഷയങ്ങളിൽ നാം ശ്രദ്ധ വഹിക്കണമെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നാം വായിക്കണം. ഈ കാലത്ത് ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് നീ എത്ര സമ്പാദിച്ചാലും നിനക്ക് കടഭാരമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ജ്ഞാനമില്ല. എത്ര വരുമാനമുണ്ട്, എത്ര ചിലവുണ്ട്, എന്തിന് ആദ്യം ചിലവഴിക്കണം, പിന്നീട് എന്ത് കാര്യത്തിന് ചിലവഴിക്കണം, ഇതിൽ ഏത് കാര്യം എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയും, ഏതെനിക്ക് അത്യാവശ്യമില്ല, ബഡ്ജറ്റിൽ ഏതെനിക്ക് കുറയ്ക്കുവാൻ കഴിയും, എന്തിനാണ് ഇത്രയും ഞാൻ വാങ്ങിക്കൂട്ടുന്നതിന്, ഇതിന് പകുതിയേ ഉള്ളൂവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ ഇടയാകും, അനാവശ്യ കാര്യങ്ങൾ ഞാൻ എന്തിനാണ് ചിലവഴിക്കുന്നത്, എൻ്റെ അധ്വാന ഫലത്തിൽ നിന്ന് കുറച്ചെങ്കിലും എനിക്ക് മാറ്റിവെക്കുവാൻ കഴിയുന്നില്ലേ, സമ്പാദിക്കുവാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു 2% മാറ്റിവെച്ചാൽ പിന്നീട് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അത് ഉപയോഗപ്രദമാകാൻ ഇടയാവുകയും ചെയ്യും. കല്യാണം നടത്തിയിട്ട് കടഭാരത്തിലായവർ, രോഗം വന്നപ്പോൾ കടഭാരത്തിലായവർ, നാട്ടിൽ പോകാൻ വേണ്ടി കടം വാങ്ങിച്ചുവെന്ന് പറയുന്നു. എന്തുകൊണ്ട്? നിനക്ക് ജ്ഞാനമുണ്ടെങ്കിൽ നീ ഒരുക്കി വയ്ക്കും. പിശുക്കന്മാരായിരിക്കുവാൻ ദൈവം പറയുന്നില്ല, എന്നാൽ പിശുക്കന്മാരായി നിങ്ങൾ ഇരിക്കാൻ പാടില്ല, ധാരാളമായി ചിലവഴിക്കുമെന്ന് പറഞ്ഞു. പണത്തോട് അത്യാഗ്രഹമുള്ളവരായി ഇരിക്കില്ലെന്ന് പറഞ്ഞു. പണം സമ്പാദിക്കില്ലെന്ന് അവൻ പറഞ്ഞതേ ഇല്ല. അവൻ പറഞ്ഞിട്ടില്ല. ജ്ഞാനം, നിന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ നിനക്ക് ജ്ഞാനം വേണം, നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, നിന്റെ സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നതായ ഏറ്റവും കൂടുതൽ കലഹത്തിന്റെ കാരണം ആവശ്യമില്ലാതെ സംസാരിക്കുന്നത് കൊണ്ടാണ്. എന്താണ്?
ആവശ്യമില്ലാത്തതായ കാര്യം, ആവശ്യമില്ലാത്ത മനുഷ്യരുടെ അടുക്കൽ അനാവശ്യമായി സംസാരിക്കുമ്പോൾ നിനക്ക് പിണക്കവും വഴക്കും അതുപോലെ വേദനകളും വഴക്കും ഉണ്ടാകുന്നു. പരിജ്ഞാനത്തോടു കൂടിയതായ വാക്കുകൾ നീ സംസാരിക്കുമ്പോൾ മറുവശത്തുള്ള വ്യക്തി ഒന്നും പറയില്ല. നീ അനാവശ്യമായി സംസാരിച്ച ബുദ്ധിഹീനനാവുകയാണ്. സഭയിൽ നാം ക്രമമായി പതിവായി ദൈവവചനം പഠിക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ലഭിക്കാനിടയാകും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. ദൈവത്തിന്റെ മക്കളായ നാം എല്ലാവരും കൂടി വരുന്ന സമയത്ത് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ച് വചനം വായിക്കുന്ന സമയത്ത് ഓരോരുത്തരും തെറ്റുകൾ ഏറ്റുപറഞ്ഞ പരസ്പരം നിരപ്പ് പ്രാപിച്ചിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്ന സമയത്ത് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നാം മാറപ്പെടുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും ഐക്യതയുള്ളവരായി തികഞ്ഞ പുരുഷത്വവും, അതായത് 12ാം വാക്യം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ നാം എങ്ങനെ ആയിത്തീരുമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ പോലെ പൂർണ്ണരായി മാറണം. എങ്ങനെ സംസാരിക്കണം എന്ന് അറിയണമെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കൂ, ശ്രദ്ധിക്കൂ. അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു പാപിനിയായ സ്ത്രീയോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു പരീശനോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു കൂനിയായ സ്ത്രീയോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു ധനവാനോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു കുഷ്ഠരോഗിയോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? ഒരു പരീശൻ അല്ലെങ്കിൽ ശാസ്ത്രിയോട് അവൻ എങ്ങനെയാണ് സംസാരിച്ചത്? നിങ്ങൾ ശ്രദ്ധിക്കൂ. നാം ആണെങ്കിൽ ശാസ്ത്രിയെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കും? നമസ്കാരം, നമസ്കാരം ശാസ്ത്രി, നമസ്കാരം. ഒരു പാപിയെ നാം കാണുകയാണെങ്കിൽ ഇവൻ പാപിയാണ്, ഇവനോട് സംസാരിക്കണ്ട, ഇങ്ങനെയാണ് നാം സംസാരിക്കുന്നത്. എന്നാൽ യേശു തിരിച്ചാണ്. അവൻ മുഖം നോക്കാതെയാണ് സംസാരിച്ചത്. ഖണ്ഡിക്കേണ്ട കാര്യങ്ങളെ അവൻ ഖണ്ഡിച്ചു, അനുഗ്രഹിക്കേണ്ടവരെ അവൻ അനുഗ്രഹിച്ചു. നാം ആണെങ്കിലോ എങ്ങനെ ആരോട് സംസാരിക്കണമെന്നറിയാതെ ഉള്ള സ്നേഹിതരെ നാം നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വന്തക്കാരെ നാം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ ശത്രുക്കളെ നാം സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ച് അവർക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു. നാം പൂർണ്ണരായി മാറണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, ആലോചനകളിൽ. എല്ലാവർക്കും വായി തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരുപാട് കാലങ്ങളായി. എങ്കിലും ഇന്നും ഞങ്ങൾ ഉപദേശത്തിന്റെ കാറ്റിൽ ആടി ഉലയുന്നതായ ആളുകളെപ്പോലെ അസ്ഥിരതയിലായിരിക്കുകയാണ്. നിലനിൽക്കുവാൻ, ഫലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. സഹവിശ്വാസികളോടുകൂടെ ചേർന്ന് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് മാറണം എന്നുള്ള ആഗ്രഹം നൽകണം. പരിജ്ഞാനത്തോട് കൂടിയതായ സംസാരം ഞങ്ങൾക്ക് നൽകണം. ജ്ഞാനം ഞങ്ങൾക്ക് നൽകണം. ഇപ്പോഴും ഞങ്ങൾ പലതിലും അജ്ഞാനികളാണ്. ഞങ്ങൾ വിശ്വാസികളാണ്, രക്ഷിക്കപ്പെട്ടുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ സമയങ്ങളെ ഞങ്ങൾ വൃഥാവാക്കുന്നുണ്ട്. സമയങ്ങൾ വളരെ ചുരുക്കമാണ്. അജ്ഞാനികളെപ്പോലെ അല്ലാതെ ജ്ഞാനികളെപ്പോലെ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. കർത്താവേ, നീ ഞങ്ങളെ അനുഗ്രഹിച്ച് നൽകിയ സമ്പാദ്യം ജ്ഞാനത്തോടെ ചിലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് കടഭാരത്തിൽ അകപ്പെട്ടിരിക്കുന്നു, ഞെരുക്കത്തിലായിരിക്കുകയാണ്. ഞങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോകുന്നു, കാലം മുൻപോട്ട് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയം നൽകണമേ. യേശുവിന് വേണ്ടി എന്താണ് ഞങ്ങൾ ചെയ്തത്? കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം നേടി, എന്തെല്ലാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ചെയ്തു എന്ന ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സമൃദ്ധി ഞങ്ങൾക്ക് നൽകുമാറാകണമേ. പിമ്പിലുള്ളതിനെ മറന്നിട്ട് മുമ്പിലുള്ളതിനു വേണ്ടി മുൻപോട്ട് ആഞ്ഞും കൊണ്ട് ഓടുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളിലും സ്വർഗത്തിലേക്ക് ഉയർത്തി, പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ സഹായിച്ചതിനായിട്ട് നന്ദി. നിന്റെ വചനങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ അതിന്റെ തീക്ഷ്ണത വെളിപ്പെടുത്തുമാറാകണമേ. എന്തിനു വേണ്ടിയാണോ ഞങ്ങൾ ക്രിസ്തുവിന്റെ കൈയാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്, അത് സാധിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന പൗലോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലും ആകുന്നതിനു വേണ്ടിയാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാനാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞങ്ങളെ അവൻ രക്ഷിച്ചിരിക്കുന്നത് എന്ന ഓരോ ഹൃദയങ്ങളും മനസ്സിലാക്കി ഇങ്ങനെ ഐക്യതയോടെ സഭയോടെ കൂടി വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ ആയിരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആർക്ക് എന്ത് വരമാണുള്ളത്, എന്ത് താലന്താണുള്ളത്, ആരിലൂടെ എന്ത് കാര്യം ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അതിനുവേണ്ടി ഒരുമിച്ചിട്ട്
നിന്റെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനായി, നിന്റെ രാജ്യം വിസ്തൃതിയിലാക്കുവാൻ വേണ്ടി സഹായിക്കണമേ കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ.